ചേച്ചി ഒരു സീരിയലിലാണെങ്കിലും അല്ലെങ്കിൽ സിനിമയിലാണെങ്കിലും ഈ ഒരു മീഡിയ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് നോർമൽ സൊസൈറ്റി വെറുതെ മിസ്കൺസെപ്ഷൻസ് കാണുമല്ലോ അവർക്ക്. കൂടുതലും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന എന്നാൽ അങ്ങനെ അല്ലാത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ചേച്ചി എന്ത് പറയും? കൂടുതലും ആൾക്കാർക്കൊരു തോന്നലുണ്ട് ഇതിലൊക്കെ ചാൻസ് കിട്ടണമെങ്കിൽ പല അഡ്ജസ്റ്റ്മെൻറ്റ്സിനും തയ്യാറാവണം എന്നൊക്കെയുള്ളൊരു ഒരു ധാരണയുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പം നമ്മൾ എങ്ങനെ നിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതുപോലെ തന്നെ നിൽക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം എങ്ങനെ ഏത് രീതിയിൽ പോകണം എന്നുള്ളത്. അത് നമ്മുടെ സെലക്ഷനാണ്. അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഈ പണ്ടൊക്കെ ആണെങ്കിലും അപ്പോൾ മോള് പഠിക്കുന്ന സമയത്തായാലും ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട്, സീരിയൽസ് ചെയ്യുന്നുണ്ട്, സിനിമാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ മോളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്? അത് എൻ്റെ പേരൻസ് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കാര്യങ്ങളെല്ലാം അങ്ങനെ കൊണ്ടുപോയി. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എടുത്തു പറയാൻ അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യായിരുന്നു. പിന്നെ അതിൻ്റെ ഈ ജോലിയുടെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്ന സമയത്തായിരുന്നു അഭിനയിച്ചിരുന്നത്. അങ്ങനെ എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി. ദൈവവിശ്വാസിയാണോ? ദൈവവിശ്വാസിയാണ്. ആ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്, ഒരു സുപ്രീം പവറിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന ദൈവം അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ എന്നും അമ്പലത്തിൽ പോകുന്ന അങ്ങനെയൊന്നുമല്ല, ബട്ട് ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. എപ്പോഴും എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ ആ ഒരു സുപ്രീം പവർ ഉണ്ട് എന്ന് വിചാരിച്ച് അത് അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. ആ പോസിറ്റീവ് എനർജി നമുക്ക് ഗുണം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസസ് ഉണ്ടായിരിക്കും. ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി സാക്രിഫൈസ് ചെയ്തത് എന്തൊക്കെയാണ്? സാക്രിഫൈസ് എൻ്റെ കുറേ ഡ്രീംസ് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷ്യം ഇല്ലാതെ ഉള്ളൊരു പോക്കായിരുന്നു. എങ്ങനെയാണോ ലൈഫ് പോകുന്നത് അതിനനുസരിച്ച് പോവുക എന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അല്ല പോകുന്നത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ അതിനെ ആ ഒരു പോകുന്ന ഫ്ലോയിൽ അങ്ങനെ കൂടെ പോവുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നഷ്ടബോധം എന്തിനെങ്കിലും കുറിച്ചിട്ട്? ഞാൻ അങ്ങനെ നഷ്ടബോധം വെക്കുന്ന ആളല്ല. കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു. കാരണം നമ്മൾ അതിങ്ങനെ കൂടെ കൊണ്ടു നടന്നിട്ട് അത് കൂടുതൽ ഒരു ഹെവിനെസ് ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പൊ തന്നെ ഡോക്ടർ ആവണം എന്ന് വിചാരിച്ചത് മോളിലൂടെ ഒരു ടൈം ഉണ്ടല്ലേ എല്ലാത്തിനും. അതെ. സൗഹൃദത്തിനെ കുറിച്ച് ചോദിക്കുമ്പം ചേച്ചിയുടെ ഇപ്പൊ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏറ്റവും നല്ല സൗഹൃദങ്ങൾ ആരൊക്കെയാ? ഇൻഡസ്ട്രിയിൽ പൊതുവെ എല്ലാവരുമായിട്ടും നല്ല സൗഹൃദങ്ങളാണ്. അങ്ങനെ ശത്രുക്കളെന്ന് പറയാൻ അങ്ങനെയൊന്നും ആരുമില്ല. എല്ലാവരുമായിട്ടും നല്ലതാണ്. പക്ഷെ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെന്ന് പറയാനായിട്ട് അങ്ങനെ ആരുമില്ല. എനിക്ക് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ് ഉള്ളത്. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന കുറച്ച് പേര്. യാത്രകൾ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളാണോ? യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണ്. പണ്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ കുറവാണ്. കാരണം മോളുടെ കാര്യങ്ങളും പിന്നെ എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു, അവരുടെ കാര്യങ്ങളും എല്ലാം നോക്കാനായിട്ട് അങ്ങനെ എൻ്റെ വീട് വിട്ട് അധികം നിൽക്കാൻ പറ്റാറില്ല. പിന്നെ ഇനിയിപ്പോൾ ഇപ്പോൾ മോള് പുറത്ത് പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു നമുക്ക് ടൈം കിട്ടും. കൂടുതൽ യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ ഈ സീരിയൽസിനെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ചേച്ചിക്ക് ഇത്ര നാൾ ചെയ്ത സീരിയൽസിനകത്തിൽ ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ ക്ലൈമാക്സോ എന്തെങ്കിലും അതങ്ങനെ വേണ്ടായിരുന്നു, വേറെ എനിക്ക് അത് ഇത്തിരി കൂടെ വേറെ രീതിയിൽ റീറേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടി എന്തെങ്കിലും മാറ്റാൻ പറ്റുമോ? അങ്ങനെ ആലോചിക്കാറില്ല. കാരണം എന്താ പറയുക, പല സീരിയലും ഇപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ സ്റ്റോറി പല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ റൈറ്റർ മാത്രമല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഡയറക്ടർ വരും, ചാനലിൻ്റെ ഇടപെടലുണ്ടാവും, മാർക്കറ്റിംഗ് കാരണം ഇത് ഓഡിയൻസിന് ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ സ്റ്റോറി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിക്കാറേ ഇല്ല. ഈ ഒരു ഇൻഡസ്ട്രി അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്ദുലേഖ?
ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡാൻസറും കൂടെയാണ്. അപ്പോൾ ഒരു ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പതുക്കെ അത് നടക്കുന്നുണ്ട്. അത് ഒന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഡോക്ടർ ആവുമായിരുന്നു. പിന്നെ ഞാൻ സ്റ്റഡീസ് ഇതിൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. MBA ചെയ്തു. 6 കൊല്ലം ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ബാങ്കിങ്ങിലേക്ക് പോയതാണ്. പിന്നെയും എങ്ങനെയൊക്കെ കറങ്ങി തിരിച്ചിതിലേക്ക് വന്നത്. ചേച്ചി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ എന്തായാലും. എന്നാൽ ലൈക്ക് എന്താ പറയുക, ഡോക്ടർ ആവണം അങ്ങനെയൊക്കെ വെറുതെ ഉഴപ്പി നടക്കുന്നവർ എന്തായാലും ചിന്തിക്കില്ല, സ്റ്റുഡിയോസ് ആയിട്ടുള്ളവർക്കേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചേച്ചി എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ടെലിവിഷൻ അല്ലെങ്കിൽ സിനിമ ഇതിലോട്ട് എത്തിപ്പെട്ടത്? അത് ഒട്ടും വിചാരിച്ചിരിക്കാതെ വന്നതാണ്. ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരിക്കലും എൻ്റെ ഡാൻസ് ടീച്ചറിൻ്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ ചോദിച്ചു, ഇങ്ങനെ കുട്ടികളുടെ സീരിയൽ എടുക്കാൻ പോവുകയാണ്, അപ്പോൾ അതിന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പോൾ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേരൻസും പറഞ്ഞു എന്നാൽ ശരി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഫസ്റ്റ് സീരിയൽ ചെയ്തത്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഓരോരുത്തർ പരിചയപ്പെട്ട്. ഫസ്റ്റ് മൂവി ഏതായിരുന്നോ? ഫസ്റ്റ് മൂവി ശരിക്കും പറഞ്ഞാൽ പീറ്റർ സ്കോട്ട് എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. അതിൽ ഞാനന്ന് ചൈൽഡ് ആർട്ടിസ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് ആകാശഗംഗ, പത്രം, വാഴുന്നൂർ. ആകാശഗംഗയിൽ ചേച്ചിയിലെ അവസാനം ഏലസ് കെട്ടിക്കൊടുത്തിട്ട് അതിലെ മെയിൻ സംഭവം കൊണ്ടുവരുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും മറ്റേ ഇത് പാണ്ടിപ്പടയിലെ ആ ഒരു സംഭവം എപ്പോഴും അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സെക്കൻഡ്സേ ഉള്ളെങ്കിലും നമുക്ക് മൈൻഡിൽ നിൽക്കുന്ന ഒരു റോളാ. അതുപോലെ ഹലോയില് അതെ കുഞ്ഞ് കുറച്ച് സെക്കൻഡ്സ് ഉണ്ടെങ്കിലും അത് അശോകൻ ചേട്ടന്റെ വൈഫായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കുറെ പേര് കോമഡി ആയിട്ട് സാബു അല്ലേ നീ, അത് എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് ടൈമിൽ ലാലേട്ടനും അശോകൻ ചേട്ടനും ഇങ്ങനെ കട്ടക്ക് നിൽക്കുക, എങ്ങനെയായിരുന്നു ചേച്ചി? ശരിക്കും പറഞ്ഞ മോള് ജനിച്ച ഒരു 3 മാസം അങ്ങാണ്ടേ ഉള്ളൂ, അപ്പോഴാണ് ഇതിലേക്ക് കോള് വരുന്നത്. അപ്പോൾ ഞാൻ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു അത് ജസ്റ്റ് ഒരു സീനേ ഉള്ളൂ, 1 മണിക്കൂർ നേരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മോളെയും കൊണ്ടാണ് ഞാൻ ലൊക്കേഷനിൽ പോകുന്നത്. അപ്പോൾ ഓരോ ഗ്യാപ്പ് കിട്ടുമ്പോഴും ഓടി അവളുടെ അടുത്തേക്ക് ചെല്ലും, അവൾ കരയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് ഇത്രയും വലിയൊരു അവസരമാണെന്നുള്ള ഒരു ആലോചനയൊന്നും അന്ന് ഉണ്ടായില്ല. അപ്പം ഫിലിം മൂവി കണ്ടപ്പോഴാണ് അയ്യോ ഇത്രയും നോട്ടബിൾ ആയിട്ടുള്ള ഒരു സീൻ ആയിരുന്നു പിന്നീടാണ് ആലോചിക്കുന്നത്. അന്ന് ജസ്റ്റ് 1 മണിക്കൂർ കൊണ്ട് ആ സീൻ എടുത്ത് വർഷം കഴിഞ്ഞിട്ട് ആ സീൻ ഇപ്പോഴും സാബു അല്ലേ നീ എന്നുള്ള സാധനം എപ്പോഴും നിൽക്കുക. ഇപ്പോൾ എനിക്കതൊരു 18 വർഷം കഴിഞ്ഞു. അപ്പോൾ ചേച്ചി ഇനി എന്താണ് നെക്സ്റ്റ് പ്ലാൻസ്? പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും നടത്താറില്ല. ഡാൻസ് സ്കൂൾ ഉടനെ തുടങ്ങുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ കൂടെ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് ഹിന്ദി സീരിയൽസ് ഒക്കെ ഇപ്പം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ 1 ലൈൻ സ്റ്റോറിയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചി എല്ലാം നന്നായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.